തൊഴിലാളികളുടെ അവകാശങ്ങളോട് ആരും മുഖം തിരിച്ചു നിൽക്കുന്നില്ല. നമുക്കറിയാം 35 വർഷം വെസ്റ്റ് ബംഗാൾ ഭരിച്ച LDF അവിടെ എങ്ങനെയാക്കി? കുഴിച്ചു കുളം തോണ്ടി. അതുകൊണ്ട് വെസ്റ്റ് ബംഗാളിൽ നിന്ന് ആൾക്കാർ എങ്ങനെയാ അന്നം തേടുന്നത്? ഇപ്പോൾ അവരുടെ വീട്ടിലെ അടുപ്പ് കത്തണമെങ്കിൽ അവരുടെ സന്തതികൾ കേരളത്തിൽ വന്ന് ജോലി ചെയ്യണം. അങ്ങനെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്ന 10-35 ലക്ഷം പേരെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആ കേരളത്തിൽ വന്ന് ജോലി അവരിവിടെ വന്ന് കള്ളത്തരം പഠിച്ചു കേട്ടോ. അവർക്കിപ്പോൾ 1200 രൂപ കൂലി കൊടുത്താലേ അവർ ഇവിടെ ഒരു ദിവസം പണിയാൻ നിൽക്കുകയുള്ളൂ. എന്നാലും താളത്തിലാണ് താനും പണി, നല്ല ഊർജ്ജസ്വലമായിട്ടൊന്നും പണിയില്ല. അതിരിക്കട്ടെ, എന്തായാലും തൊഴിലാളികളുടെ അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അത് കമ്മ്യൂണിസം ആദ്യ കാലഘട്ടത്തിൽ അതിലേക്ക് സഹായിച്ചു എന്നുള്ളതിന് നമുക്ക് മറക്കാൻ പറ്റില്ല. 1940, 50, 60 കാലഘട്ടത്തിലൊക്കെ ജന്മി കുടിയാൻ ബന്ധം വളരെ വഷളായിരുന്ന കാലത്ത് തൊഴിലാളികളെ 6 മണി മുതൽ 6 മണി വരെ അതിനും കൂടുതൽ പണിയിച്ച്, അതായത് ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ്, അതായത് ജീവൻ പിടിച്ചു നിർത്താനുള്ള കൂലി കൊടുത്തിരുന്ന കാലത്ത് നിന്നാണ് നല്ല കൂലിയിലേക്കും നല്ല തൊഴിൽ സംസ്കാരത്തിലേക്കും കേരളം വളർന്നത്. പക്ഷെ ആ തൊഴിൽ സംസ്കാരം അധപ്പതിച്ച് നോക്കുകൂലി സംസ്കാരമായിട്ട് മാറി ഇവിടുത്തെ വ്യവസായത്തിൻ്റെ എന്താ പറയുക, കൊന്നു പിണ്ടം വെച്ചു എന്നുള്ളിടത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. അങ്ങനെ നാം ഏതാനും പതിറ്റാണ്ടുകൾ മുന്നോട്ട് പോയതിൻ്റെ ഫലമാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ഇവിടെ തൊഴിലില്ല. എന്തായാലും പഠിച്ച ഇവിടെ തൊഴിലില്ല. എന്നാൽ വെസ്റ്റ് ബംഗാളിൽ പോയി ജീവിക്കാന്ന് വെച്ചാൽ അവിടെ കൂലി തുച്ഛമാണ്. അവിടെ കൂലിയില്ല, തൊഴിലും ഇല്ല. അവർ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ചെന്നാലോ എല്ലാ സംസ്ഥാനത്തും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് ഏറ്റവും കൂടുതൽ GDP-യിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര, തമിഴ്നാട്. അവിടെയൊക്കെ ചെന്നാലും കൂലി വളരെ കുറവാണ്. കേരളത്തിലുള്ളതുപോലെ മാന്യമായ, അതായത് ഇന്റർനാഷണൽ തൊഴിൽ സംഘടന പറഞ്ഞിരിക്കുന്ന മാന്യമായ വേതനം, അതുപോലെ തന്നെ യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശം, സോഷ്യൽ സെക്യൂരിറ്റി, ഈ പറയപ്പെട്ട എല്ലാ ഘടകങ്ങളും ഒരു പരിധി വരെയെങ്കിലും, ഏതായാലും നല്ല കൂലിയുണ്ട് കേരളത്തിൽ. മറ്റ് ഘടകങ്ങളെല്ലാം പൂർണ്ണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊക്കെ ലഭ്യമായ ഈ കേരളത്തിൽ നിന്ന് കുട്ടികൾ നോക്കുമ്പോൾ അവർക്ക് ഇവിടെ ജോലിയൊന്നുമില്ല, ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അവരെന്താണ് ചെയ്യുന്നത്? നേരത്തെയൊക്കെ അവർ ഗ്രാജുവേറ്റ്സും പോസ്റ്റ് ഗ്രാജുവേറ്റ്സും എൻജിനീയേഴ്സും ഒക്കെ ആയി കഴിഞ്ഞിട്ടായിരുന്നു തൊഴിൽ തേടി, പ്രൊഫഷണലായിട്ട് തൊഴിൽ തേടിയൊക്കെ വിദേശത്ത് പോയിരുന്നത്. അതായത് ടെക്നോളജി, സാങ്കേതിക മികവ് ഇല്ലാത്തവർ ഗൾഫിലേക്ക് കുടിയേറുമായിരുന്നു. അതായത് അവിടുന്ന് കിട്ടുന്ന പണം ഇങ്ങോട്ട് അയച്ചു തന്ന് നമ്മളെ സഹായിക്കുമായിരുന്നു. സാങ്കേതിക മികവുള്ളവർ, അതായത് പ്രൊഫഷണൽസ്, അധികവും അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെയാണ് കോഴിക്കോട്. ഇപ്പോൾ അങ്ങനെയല്ല, പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ നമ്മുടെ കുട്ടികൾ വിടുകയാണ്. അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ നോക്കിക്കോളൂ, 90,000 കോടി രൂപയാണ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആയിട്ട് എഡ്യൂക്കേഷൻ ലോൺസ് മാറിയിരിക്കുന്നത്. അതായത് 16 ലക്ഷം മുതൽ 40 ലക്ഷം വരെ പണം വായ്പ, ബാങ്ക് വായ്പ എടുത്തുകൊണ്ടാണ് കുട്ടികൾ ഇവിടെ നിന്ന് വിദേശ പഠനത്തിനായിട്ട് പോകുന്നത്. അങ്ങനെ പോകുന്ന എല്ലാവരും പണം തിരിച്ചടയ്ക്കുന്നുണ്ടോ? അവർക്ക് അവിടെ ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ബാങ്കുകൾ ശ്രമിച്ചാലും എത്ര ശ്രമിച്ചാലും എടുത്തുകൊണ്ട് പോകുന്ന വായ്പകൾ പലരും തിരിച്ചടയ്ക്കുന്നില്ല. അതുകൊണ്ട് റിസർവ് ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ നോക്കിയാൽ അറിയാം, 90,000 കോടി രൂപയാണ് കിട്ടാക്കടമായി, വിദ്യാഭ്യാസ വായ്പകൾ തന്നെ കിട്ടാക്കടമായി മാറിയിരിക്കുന്നത്. അങ്ങനെ അത് കേരളത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ മാത്രം എത്രയാണെന്ന് നോക്കി കണ്ടെത്താം. അത് ഇന്ത്യയിൽ നിന്ന് മാത്രം ഉള്ളതാണ് അന്ന് നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ കേരളത്തിൽ നിന്നും വളരെ, കേരളത്തിനെ പോലെ തന്നെ ഗുജറാത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അപ്പം കേരളത്തിൽ നിന്ന് മാത്രമാണ് ഈ പ്രതിഭാസം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ കേരളത്തിൽ നിന്ന് പോകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. കേരളത്തിൽ നിന്ന് പോകാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കേരള മോഡലിനെ സസ്റ്റൈനബിൾ ആക്കിക്കൊണ്ട് കേരളത്തിലെ കൃഷിയെയും വ്യവസായത്തെയും തിരിച്ചു പിടിച്ചുകൊണ്ട് ഇവിടെ തന്നെ വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സർവ്വ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ ഇവിടെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ കേരള മോഡൽ ഒരു സസ്റ്റൈനബിൾ മോഡലായി ഇരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേന് ഈ എഡ്യൂക്കേഷൻ എല്ലാ രംഗത്തു നിന്നും നമ്മൾ താഴേക്ക് പോകുന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അപ്പം നമ്മുടെ കേരള മോഡലിനെ നമുക്ക് സസ്റ്റൈനബിളാക്കി കൊണ്ടുപോകണമോ? അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായിട്ടും നാം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ ഉദാഹരണത്തിന്
ഈ അടുത്ത കാലത്ത് നീതി ആയോഗ്, അതായത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗ് 1960-61 മുതൽ 2023-24 വരെയുള്ള സംസ്ഥാനങ്ങളുടെ പെർഫോമൻസ് കമ്പാരിസൺ, സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക രംഗത്തെ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, വലിയ ഒരു സ്റ്റഡി, ഒരു ലബോറിയസ് സ്റ്റഡി നടത്തി. ആ സ്റ്റഡിയുടെ റിസൾട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 1960-61 കേരള സമ്പദ്ഘടന GDPയിലേക്ക് നടത്തിയിരുന്ന സംഭാവന 3.4%. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ, അതായത് ഈ 1990-91 3.2%, 2001 അത് 4.1%. പക്ഷേ അതിനുശേഷമുള്ള ദശകങ്ങളിൽ 2011 3.8%, 2021 3.8%, 2023-24 3.8%. അതായത് നമ്മുടെ GDPയിലേക്കുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സംഭാവന വലിയ മാറ്റമൊന്നുമില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് നീതി ആയോഗിൻ്റെ പഠനം കാണിക്കുന്നത്. അതേ സമയത്ത് മറ്റ് ചില സംസ്ഥാനങ്ങളുടെ കാര്യം നമുക്ക് നോക്കാം. ഉദാഹരണം മഹാരാഷ്ട്ര 2010-11 15.2% GDPയിലേക്ക് സംഭാവന ചെയ്തത്. അതിനുശേഷമുള്ള 11 ദശകങ്ങളിലുമൊക്കെ 13.3%, 2023-24 എടുക്കുകയാണെങ്കിൽ 13.3%. എന്ന് വെച്ചാൽ നമ്മുടെ സ്ഥിരമായിട്ട് ഏകദേശം 3.3, 3.8, 3.4 ഈ തരത്തിൽ താഴ്ന്നു നിൽക്കും. നമ്മൾ കൊച്ചു സംസ്ഥാനമാണ് മഹാരാഷ്ട്രയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. പക്ഷേ മഹാരാഷ്ട്രയുടെ ശക്തി എന്ന് പറയുന്നത് അത് ഒരു ഇൻഡസ്ട്രിയൽ സെൻറ്റർ ഓഫ് ഇന്ത്യയാണ് എന്നുള്ളതാണ്. അപ്പോൾ വ്യാവസായിക മാത്രമല്ല, കാർഷിക മേഖലയും വളരെ ശക്തമാണ് മഹാരാഷ്ട്രയിൽ. അങ്ങനെ വ്യാവസായിക രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ വികസനം സസ്റ്റൈനബിൾ ആകാൻ പറ്റൂ എന്ന ഒരു പാഠം നമുക്ക് തരുന്നു മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര മാത്രമല്ല, തമിഴ്നാട്ടിലേക്കും കൂടി നമുക്ക് നോക്കാം. തമിഴ്നാടിൻ്റെ അവസ്ഥ എന്താണ്? 2010-11 8.4% അവരുടെ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. 2020-21 ആയപ്പോൾ 8.9%, 23-24 8.9% GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. തമിഴ്നാട് കേരളവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ തമിഴ്നാടും ഒരു കുറച്ചും കൂടെ ബിഗർ സംസ്ഥാനമാണ്. പക്ഷെ ബിഗർ സംസ്ഥാനമാണെന്നുള്ളത് മാത്രമല്ല, തമിഴ്നാട് അതേ സ്ഥാനം തന്നെയാണ് കർണാടക പോലെ തന്നെ ആണ് ഗുജറാത്ത്. ഈ സംസ്ഥാനങ്ങളൊക്കെ വ്യാവസായിക രംഗത്ത് വളരെ ചടുലമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യാവസായിക മേഖല ശക്തമായിരിക്കണം, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയും തളരാതിരിക്കണം. അങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സസ്റ്റൈനബിൾ ആയിട്ടുള്ള കേരള മോഡൽ, അതായത് വിദ്യാഭ്യാസ രംഗത്ത് പിന്നെ ആരോഗ്യരംഗത്ത് ഒക്കെ നാം ഇപ്പോഴത്തെ നിലവാരം കാത്തു സൂക്ഷിക്കണം. അതേ സമയത്ത് നാം എടുക്കേണ്ടത് വ്യാവസായിക രംഗവും കാർഷിക രംഗവുമാണ്.